Arabian Grandmasters, presented by Orchid Perfumes. നമസ്കാരം. അറേബ്യൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പായ്ക്കപ്പലിൽ കിഴക്കിന്റെ വെനീസ് തേടി അറബിക്കടലിന്റെ തീരത്ത് ആദ്യമായി വിദേശികൾ കടന്നുവന്ന് മുസരീസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ. ഈ കൊടുങ്ങല്ലൂരിൽ പെരിഞ്ഞനം എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് പ്രവാസിയായി മണലാരണ്യത്തിലെത്തിയ ഒരാൾ ഇവിടെ സുഗന്ധം പരത്തുകയാണ്. ലോകം മുഴുവൻ സുഗന്ധം പരത്തുന്ന പെർഫ്യൂം ബിസിനസിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ശ്രീ VK മുഹമ്മദ് റഹീമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഹലോ സർ, വെൽക്കം ടു അറേബ്യൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. താങ്ക് യു. സർ, എത്ര വർഷമായി ദുബായിൽ വന്നിട്ട്? ഞാൻ UAE വന്നിട്ട് 25 വർഷമായി. 25 വർഷത്തിൽ ഇപ്പോൾ പെർഫ്യൂം ബിസിനസ്സിൽ ഏകദേശം 21 വർഷത്തോളമായി പെർഫ്യൂം ബിസിനസ്സിൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരാണല്ലോ. ഞാനവിടെ പോയിട്ടുണ്ട്. ഞാൻ അറിയുന്ന ചരിത്രപ്രകാരം AD 629 മാലിക് ദിനാറും 4 സഹാബികളും കൂടി കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങുകയും ഇസ്ലാം മത പ്രചരണാർത്ഥം ആണ് അവർ അവിടെ വന്നത്. അന്നത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുന്നാൾ അവർക്ക് പള്ളി നിർമ്മിക്കാൻ സ്ഥലം കൊടുക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നെ അതിനുശേഷം അദ്ദേഹം ഹജ്ജിന് പോവുകയുണ്ടായി. അതിന് പോകുന്ന വഴി സലാലയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ഇപ്പോഴും സലാലയിൽ ആ ചേരമാൻ പെരുമാളിൻ്റെ ഖബറിടം ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയാണ് ചേരമാൻ മസ്ജിദ് എന്നറിയപ്പെടുന്നത്. ഇപ്പോഴും ആ പള്ളി അതേ അധികം മോഡിഫിക്കേഷനൊന്നുമില്ലാതെ ഇപ്പോഴും നിലവിലുണ്ട്. ഇനി സാറിന്റെ ബിസിനസ് മേഖലയിലേക്ക് കിടക്കാം. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 4ാമത്തെ വർഷമാണ്. ഇന്നക്ക് 3 വർഷം തികയാണ്. 4ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. 25 വർഷവും സാർ ഈ പെർഫ്യൂം മേഖലയിൽ തന്നെയായിരുന്നു? അല്ല, ഈ 21 വർഷമായി പെർഫ്യൂം ബിസിനസ്സിലാണ് ഞാൻ ഇതിനു മുമ്പ് മൾട്ടിനാഷണൽ പെർഫ്യൂം കമ്പനിയുടെ സെയിൽസ് മാനേജർ ആയിരുന്നു. അതിനുശേഷം ലോങ് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു സ്വന്തമായിട്ട് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, തുടങ്ങിക്കൂടാ. ആ ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഇതിനെ തുടങ്ങാൻ. ഇതിപ്പോൾ ഒരു 4ാമത്തെ വർഷമായിട്ടുള്ളത്. 4ാമത്തെ വർഷത്തിനുള്ളിൽ ആൾമോസ്റ്റ് ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്തു. ആഫ്രിക്കൻ റീജിയനിൽ സുഡാൻ, ഈജിപ്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. CS റീജിയനിൽ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, അസർബൈജാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയിൽ നല്ല ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ ഇന്ത്യയിൽ മുംബൈയിൽ ലോഞ്ച് ചെയ്തു. നല്ല റെസ്പോൺസാണ് ഉള്ളത്. സാർ മാർക്കറ്റിംഗിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഈ പെർഫ്യൂമിന്റെ ആ ഒരു ഫോർമുല എങ്ങനെ കിട്ടി? അത് പറയുന്നത് പഴയ ഒരുപാട് ഹിസ്റ്ററിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ 21 വർഷം ജോലി ചെയ്തതിൽ പല സെഗ്മെൻറ്റിൽ അധികവും മാർക്കറ്റിങ്ങിൽ തന്നെ ആയിരുന്നു. എങ്കിലും എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്നേഴ്സ് അവരും ഇത് ഏകദേശം 20-22 വർഷം പെർഫ്യൂം ഫീൽഡിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര ലോങ് പീരീഡ് ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഹിസ്റ്ററിയും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. പഴയ നിന്നിരുന്ന കമ്പനി തന്നെ നിന്നുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് ലൈനിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇത്ര വലിയ എക്സ്പീരിയൻസ് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം മനസ്സിലാവും, എല്ലാം പഠിക്കാൻ അതിൻ്റെ എല്ലാ സെഗ്മെൻറ്റിലേക്കും നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമുല ഏകദേശം നമുക്ക് കിട്ടി. എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ നാഷണാലിറ്റി ഏതൊക്കെ രീതിയിലുള്ള ടേസ്റ്റാണ് ഉള്ളത്, അവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഏത് മണം, ആ കൾച്ചറൊക്കെ ഏകദേശം നമുക്ക് ഈ ഒരു 21 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം. അപ്പോൾ ആ ഓരോ രാജ്യത്തിനും അവർക്ക് പറ്റിയ ആ ടേസ്റ്റ് പ്രകാരം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് ഞങ്ങളിലുണ്ട് CS മാർക്കറ്റിൽ മാത്രം പോകുന്നത്, അതിവിടെ ഒട്ടും വിറ്റുപോകില്ല. അപ്പോൾ അവരെ ടേസ്റ്റും അവരെ കൾച്ചറും അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളാണ് ഞങ്ങളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള നല്ല റെസ്പോൺസ് ഞങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് സൂട്ടബിൾ ആവുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അവരെ കൾച്ചറിനെ കുറിച്ച് അറിയണം. ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ കൾച്ചറും അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റും
ആ സമ്പർക്കത്തിൽ നിന്ന് മനസ്സിലായതുള്ളതാണ്. സാധാരണ മലയാളികളുടെ ടേസ്റ്റ് ഏത് ബ്രാൻഡിലാണ്? ഈ മലയാളികൾ മാത്രമല്ല, മോസ്റ്റ് ഓഫ് ഇന്ത്യൻ അധികം ഇഷ്ടപ്പെടുന്ന ഫ്ലോറൽ ഫ്രാഗ്രൻസ് ആണ്. നമുക്കറിയാം ജാസ്മിൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ജാസ്മിൻ ഇഷ്ടപ്പെടാത്തൊരാരുമില്ല. ബ്രൂട്ടിൻ്റെ ഫ്രാഗ്രൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അതാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോകുന്നത്. സാധാരണ മലയാളികളൊന്നും എത്തിപ്പെടാത്തൊരു ഫീൽഡാണ് ഈ പെർഫ്യൂം. സാർ ഇതിനകത്ത് എങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ ഇവിടെ വന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡായിരുന്നു സെയിൽസ്. അതെന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് സെയിൽസിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ സെയിൽസിലെ സ്യൂട്ടബിലിറ്റി നോക്കുന്ന സമയത്താണ് എനിക്ക് സ്വിസ് അറേബ്യൻ പെർഫ്യൂമറിയിൽ അന്നത്തെ മാർക്കറ്റിംഗ് മാനേജറായ വിഷ്ണു ജയൻ്റെ കെയർ ഓഫിൽ എനിക്ക് ജോലി കിട്ടി. ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തതിലും കൂടി അവർ എന്നോട് ആദ്യം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നവരെയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക, ബാക്കിയുള്ള സമയത്ത് സെയിൽസിൽ ചെയ്തോളാൻ പറഞ്ഞു. അവിടെ നിന്നാണ് എൻ്റെ പെർഫ്യൂമിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിസ് അറേബ്യനിൽ. അതിനുശേഷം അവിടെ 3 വർഷം ജോലി ചെയ്തു. അതിനുശേഷം അൽത്താമി പെർഫ്യൂംസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ 15 വർഷം ജോലി ചെയ്തു. അതിനുശേഷം ഓർക്കിഡ് പെർഫ്യൂംസ് ഇത് ഏകദേശം 4 വർഷമായി. മറ്റുള്ള പെർഫ്യൂമിനെ അപേക്ഷിച്ച് ഏതൊക്കെ വെറൈറ്റി ബ്രാൻഡുകളാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്? ഞങ്ങളിൽ ഇപ്പോൾ ഉള്ളത് 4 ബ്രാൻഡാണ്. ആദ്യത്തെ ബ്രാൻഡാണ് ഓർക്കിഡ്. ഞങ്ങൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത് ഓർക്കിഡ് എന്ന ബ്രാൻഡാണ്. ഈ ഓർക്കിഡ് എന്നുള്ള പേര് വരാൻ കാരണം? ഓർക്കിഡ് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവർ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് പേര് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം. അത് ഏത് രാജ്യക്കാരാണ് അത് ഉപയോഗിക്കുന്നത്? എല്ലാ രാജ്യക്കാരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ റേഞ്ചിൽ പല രാജ്യക്കാർക്കുള്ള സ്പെഷ്യാലിറ്റി ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്. ആ സെയിം ബ്രാൻഡിൽ പല ടേസ്റ്റുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യക്കാർക്കും വേണ്ടിയിട്ട് ഓരോന്ന് ഓർക്കിഡ് എന്ന ബ്രാൻഡ് വെച്ചിട്ട് സെയിം ബ്രാൻഡിൽ തന്നെ വെറൈറ്റി. അറബ്സിന് ഇന്ന സ്മെല്ലിൻ്റെ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന അവരെ കൾച്ചർ പ്രകാരം അവർ ഇഷ്ടപ്പെടുന്ന ആ ഫ്രാഗ്രൻസ് വെച്ച് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓർക്കിഡിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാമോ? ഓർക്കിഡിൽ യൂണിസെക്സി പെർഫ്യൂമാണ് ഇത്. ഇത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. സ്പെഷ്യലി ഏഷ്യൻ റീജിയനിലെ ആൾക്കാർ. ഇതാണ് അതിൻ്റെ ബോട്ടിൽ പ്രൊഡക്റ്റും. അതിൻ്റെ ഫ്രാഗ്രൻസ് കൊള്ളാട്ടോ. പിന്നെ ഇതൊന്ന് ഏഷ്യൻസ് റീജിയനിൽ ഇഷ്ടപ്പെടുന്നത് ഇതാണ്. ഇത് ടോട്ടലി ഫീമെയിൽ പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ്. ഇത് ഏകദേശം ഇതിൻ്റെ ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാം ഫീമെയിലാണ്. പിന്നെ മെൻ ഫ്രാഗ്രൻസ് ഞങ്ങളുടെ ബ്രാൻഡ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റാണത്. മെൻ ഫ്രാഗ്രൻസ് ഞങ്ങളുടെ ഫസ്റ്റത്തെ ബാർകോഡ്. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ബാർകോഡ് ബ്ലാക്ക്. പിന്നെ ബാർകോഡ് ആർക്ക് വേണ്ടിയിട്ട്? മെൻസിന് വേണ്ടിയിട്ട്, ഏത് രാജ്യക്കാർക്ക് വേണ്ടിയിട്ട്? ഇത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അറബ്സ് ഇറാൻ, ഇറാഖ്, മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ചെയ്തത്. ഫസ്റ്റിൽ തന്നെ ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇറാനും ഇറാൻ മാർക്കറ്റിലാണ്. പിന്നെ യു എയിൽ. സൗദിയിൽ ഇത് അത്ര ഫേമസ് അല്ല. സൗദിയിൽ ഫേമസ് ആണ് ഈ പ്രൊഡക്റ്റ്. ആദ്യം കാണിച്ചത് സൗദിയിൽ വളരെ മൂവിങ് ഉള്ള പ്രൊഡക്റ്റാണ് ഇതും. പിന്നെ ഇതൊക്കെ വളരെ വളരെ മൂവിങ് ഉള്ള പ്രൊഡക്റ്റാണ്. ലേഡീസ് നമ്മുടെ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ആദ്യം ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്ത്യൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് ഇത്. വാസ്തവത്തിൽ ഈ പ്രൊഡക്റ്റ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ മുംബൈയിൽ ലോഞ്ച് ചെയ്തിട്ട് ചൂടപ്പം പോലെ വിട്ടുപോയി. അപ്പോൾ ഇന്ത്യൻസും ഏകദേശം അവരെ ടേസ്റ്റ്, നമ്മളെ ഇന്ത്യൻസിൻ്റെ ടേസ്റ്റിനും കൂടി പറ്റിയ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഈ കാണിച്ച പ്രൊഡക്റ്റ്. ഇതിൽ ചില പ്രൊഡക്റ്റുകളുണ്ട് റഷ്യൻ ടേസ്റ്റ്, അതായത് നമ്മളെ മിഡിൽ ഈസ്റ്റിലെ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ഫ്രാഗ്രൻസ് ഉണ്ട്. ഇത് അതെന്താ അത് ഈ മിഡിൽ ഈസ്റ്റിൽ ഇഷ്ടപ്പെടാത്ത? മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ എൻ്റെ ഒരു ആൾക്കാരെ മുൻപ് ഞാൻ പറഞ്ഞ മാതിരി ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് ഉണ്ട്, ഓരോ കൾച്ചർ അനുസരിച്ച്. ഈവൻ മിഡിൽ ഈസ്റ്റിൽ ചില ആൾക്കാർ ഉപയോഗപ്പെടുന്ന നമ്മളെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇന്ത്യയിൽ ഇഷ്ടപ്പെടുന്ന ഫ്ലോറലാണ്. യു എയിൽ ഫ്ലോറലല്ല, വുഡി പെർഫ്യൂമാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അത് ഒമാനിലും മാറുമ്പോൾ സ്ട്രോങ് വുഡി, അത് നമുക്ക് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെടുന്നില്ല. എന്നമാതിരി ഈ ഫ്രാഗ്രൻസ് അവരിഷ്ടപ്പെടുന്നതാണ്. റഷ്യൻസ് നമ്മളെ മിഡിൽ ഈസ്റ്റിലൊന്നും അത്ര നന്നായിട്ട് പോകുന്നില്ലത്. പക്ഷെ അവർക്ക് വളരെ വളരെ സ്വീകാര്യമായ പ്രോഡക്റ്റാണത്. ഇതെല്ലാം ഓർക്കിഡ് ബ്രാൻഡുകളാണോ സർ? ഇതെല്ലാം ഓർക്കിഡിൻ്റെ വെറൈറ്റിയാണ് ഈ ബ്രാൻഡ്. Orchid Perfumes. Perfume is a key to our memories. Perfume and incense bring joy to the heart. Pleasure is a flower that passes remembrance. Orchid Perfumes
the lasting perfume. Marketed by Larry and Thomas Trading. Sopanam Dance and Music Training Center. Classes for classical and western dance, classical filmy and light music, drawing, art and craft and all musical instruments. Our branches in Gisais, Karama and International City. For enquiries, please contact 04-280-7343. അടുത്ത ബ്രാൻഡ് ഏതാണ് സർ? രണ്ടാമത്തെ ബ്രാൻഡാണ് പറഞ്ഞത് അറബിക് റൊട്ടാന എന്ന് പറഞ്ഞത്. റൊട്ടാന ഊദ് അറബിക് പ്രൊഡക്റ്റ് ആണത്. ഇത് വാസ്തവത്തിൽ അറബിക് ഫ്രഞ്ച് പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ ഇതിൽ കണ്ട റൊട്ടാന എന്ന ബ്രാൻഡ് പെർഫ്യൂംസ്. റൊട്ടാനയിൽ തന്നെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള പ്രൊഡക്റ്റ് ഏതാണ്? റൊട്ടാനയിൽ മൂവ്മെന്റ് ഉള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. യുഎഇയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ നന്നായിട്ട് പോകുന്ന പ്രൊഡക്റ്റുകളാണ് ഈ മസ്ക് റൊട്ടാനെ, ഊദ് റൊട്ടാനെ എന്ന മാതിരി. ഇത് മുഹല്ലത്തുൽ അറബി, ഊദൽ അറബി, ഇപ്പോൾ ഈ പറഞ്ഞ കശബൽ ഊദ്, ഊദ് അസ്വദ്, മറസന. മറത്സന എന്ന് വെച്ചാൽ വർഷം റിപ്പീറ്റ് ചെയ്യുന്നു. മറത്സന സന എന്ന് വെച്ചാൽ വർഷം റിപ്പീറ്റ് ചെയ്യുന്നു. ഈ പ്രൊഡക്റ്റിന്റെ പിന്നിൽ ഒരു കവിത ഉണ്ട്. ഈ മറസന എന്ന് എഴുതിയ ഒരു കവി എഴുതിയേക്കുന്ന ഒരു കവിത ഉണ്ട്. ആ പോയംസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില ഒരു വർഷം വരെ ഈ സ്മെല്ല് നിൽക്കുമെന്നാണോ എൻ്റെ അർത്ഥം? പെർഫ്യൂം ഞങ്ങൾ ലാസ്റ്റിംഗ് ചെയ്യുന്നത്, ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നത് 10 മണിക്കൂർ മിനിമം നിൽക്കും. ഓരോ ബോട്ടിലും ഓരോ ഡിസൈൻ ആണല്ലോ. ഇത് നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യുകയാണോ അതോ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കുകയാണോ? എല്ലാം ഞങ്ങൾ സ്വന്തം ഡിസൈനാണ്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ആൾക്കാരുണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്? ഞങ്ങളെ പാർട്ട്ണറിൽ ഒരാൾ നല്ല ഡിസൈൻ കൺസെപ്റ്റ് ഉള്ള ഒരാളാണ് അലി. അദ്ദേഹമാണ് ഈ ഡിസൈൻ എല്ലാം ചെയ്യുന്നത്. ഈ ഇംഗ്ലീഷുകാരന്മാരല്ല, ഫ്രഞ്ചുകാരന്മാരല്ല, അവരൊക്കെ ഒരു ബ്രാൻഡ് പർട്ടിക്കുലർ ബ്രാൻഡ് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. അറബ്സ് അങ്ങനല്ല, അവർ കീപ് ചേഞ്ചിങ് അവരുടെ ഫാഷൻ. ഒരാ ട്രെൻഡ്, അവരെ കവിത പുതിയ ഓരോ വർഷം വരുമ്പോൾ ട്രെൻഡ് ഉണ്ടാവുന്ന ഈ TV സീരിയലിൽ ട്രെൻഡ് ഉണ്ടാവുന്നത്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതനുസരിച്ച് പേരിടും. അതിനനുസരിച്ച് ആ ഫ്രാഗ്രൻസ് അതിനോട് മാച്ച് ചെയ്യുന്ന ഫ്രാഗ്രൻസ് കൊണ്ടുവരും, അതിനോട് മാച്ച് ചെയ്യുന്ന ഡിസൈൻ കൊണ്ടുവരും. അതൊക്കെയാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് ഈ ഫിലിം സ്റ്റാറിന്റെ അല്ലെങ്കിൽ സീരിയല് ഫിലിമിന്റെ നെയിമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പെർഫ്യൂംസ് ഇറക്കിയിട്ടുണ്ടോ? സീരിയൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഷെയർ എ മില്യൻ എന്നിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ഇതൊരു സീരിയൽ ഷെയർ എ മില്യൻ അറബിക് ഷെയർ എ മില്യൻ എന്ന ഒരു സീരിയലിനെ വെച്ച് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ്. സീരിയലിന്റെ പേരിലും പെർഫ്യൂംസ് ഉണ്ട്. ലോട്ടസ് കഴിഞ്ഞിട്ട് വേറെ ഏത് ബ്രാൻഡാണ്? ഹൈ എൻഡ് പ്രൊഡക്റ്റ് ബെൽവദർ. ഇതാണ് നമ്മളിപ്പോൾ ഈ ലോട്ടസ്, റൊട്ടാന, ദെൻ ബെൽവദർ. ഇതിനെന്താ പിന്നെ ഫ്ലവറിന്റെ പേരിടാണ്? ഫ്ലവറിന്റെ പേര് വാസ്തവത്തിൽ നമ്മൾ ഇട്ടില്ല, കാരണം ലോട്ടസ് ഫ്ലവറാണ്, ഓർക്കിഡ് ഫ്ലവറാണ്. ഒരു ഫ്ലവർ അല്ലാത്തൊരു സിറ്റിയുടെ പേരിനോട്ട്. അത് കാലിഫോർണിയയിലെ USA ഒരു സിറ്റിയുടെ പേരാണ് ബെൽവദർ എന്ന് പറഞ്ഞത്. പിന്നെ ബെൽവദറിന് ഒരു പറഞ്ഞ ഒരുപാട് ഹോട്ടലുണ്ട്. പിന്നെ ബെൽവദർ എന്ന് പറഞ്ഞ ലിക്വറുണ്ട്, വളരെ ഫേമസ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തത് ഹൈ എൻഡ് പ്രൊഡക്റ്റാണ്. അതായത് മൾട്ടിനാഷണൽ ബ്രാൻഡ് ക്രിസ്റ്റ്യൻ ഡോർ അല്ലെങ്കിൽ ലാൻകോം അങ്ങനത്തെ പ്രൊഡക്റ്റിനോടുകൂടി കിടപിടിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 295 പെർ എൻഡ് യൂസർ പ്രൈസാണ് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത്. ഇത് സെല്ലിംഗ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതൽ ഇപ്പോൾ വിറ്റഴിക്കുന്നത് സിഫോറ ത്രൂ ആണ്, കംപ്ലീറ്റ് മിഡിൽ ഈസ്റ്റിൽ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ റിക്വയർമെൻറ്റ് ഓൾറെഡി നമുക്ക് യൂറോപ്പിനും CAC എന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അത്. പക്ഷേ ഹൈ എൻഡാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് 5 വെറൈറ്റി ഉണ്ട് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ഇതൊരു വുമൺ, അത് യൂണിസെക്സ് ആണ്. ഇത് വുമൺ റേഞ്ചാണ്. സ്മെല്ലും ഈ ഡിസൈനും തമ്മിൽ ഇതിൽ ബന്ധമില്ല. ഇത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി നോർമൽ വൈറ്റ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് അല്ലല്ല, ഇത് യൂണിസെക്സ്, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഓൺലി വുമൺ. ഇതിൽ ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിൽ വേറെ റേഞ്ച് ഉള്ളത്, ഇത് മെയിലിനുള്ളത് അല്ല, ഇതും വുമൺ തന്നെയാണ്. 2 വുമൺ ഒരു യൂണിസെക്സി, അതാണ് ഇപ്പോൾ ഉള്ളത്.
ഇതും സെയിം, ആ ബോട്ടിലും സെയിം തന്നെയാണ്. സെയിം ബോട്ടിൽ. ഒരു ബോട്ടിലിൽ നമുക്ക് 3 റെഫറൻസ് ഇപ്പോൾ ഉണ്ട്. 1 വുമൺ, 2 വുമൺ, ഒരെണ്ണം യൂണിസെക്സി. ഈ സെയിം ബ്രാൻഡിൽ അടുത്ത പ്രൊഡക്റ്റ് ഉള്ളത് ഇതാണ്, മെൻ. ഇത് മെന്നാണ്. മെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബോട്ടിൽ ചേഞ്ച് ആയി. 3 പ്രൊഡക്റ്റ് നമ്മളിലുണ്ട്. ആ 3 പ്രൊഡക്റ്റും 3 ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ആണ്. ഒരു സാധനം അവർ സ്മെല്ല് ചെയ്താൽ അത് ഏത് ഫ്രാഗ്രൻസ് ആണ്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്താണ്, അതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Orchid Perfumes. Barcode. Crave Couture. Oscar. Etiquette. Orchid Perfumes, the lasting perfume. Marketed by Larry and Thomas Trading. Sopanam Chamayam Dance Collections for Rental. The origin of traditional dance costumes. Classical and Western dance, Kerala folklore, cartoons, seasonal festival costumes and variety of ornaments. Our branches in Gisais, Karama and International City. For enquiries, please contact 04-334-7677. പിന്നുള്ളത് ലോട്ടസ്, ഒരു പ്രൊഡക്റ്റാണിത്, ബൂത്ത. ഇതാണ് വേറൊരു പ്രൊഡക്റ്റ്. സ്ഥലം ഉണ്ടോയെന്ന് അറിയില്ല. ഇത് ഈ കുപ്പിക്ക് തന്നെ ഒത്തിരി കാശാവുമല്ലോ. തീർച്ചയായിട്ടും. ഇത് നമ്മൾ പക്ഷേ എങ്കിലും ഇത് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സാധാരണക്കാർക്ക് പ്രാപ്യമാവുന്ന രീതിയിലാണ്. ഒരു എൻഡ് യൂസർക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 60 ദിർഹം 50 ദിർഹം റേഞ്ചിൽ എൻഡ് യൂസർക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റ് നമ്മൾ 1200 രൂപയാണ് മുംബൈയിൽ വിറ്റിരുന്നത്. വളരെ ഹോട്ട് കേക്കായിട്ട് തീർന്നു. ഈ ലോട്ടസ് റേഞ്ചിൽ ഉള്ള വേറെ പ്രൊഡക്റ്റാണ്. അതിൽ 2 ഉണ്ട്. ആ സെയിം ബോട്ടിലിൽ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ബോട്ടിലിൽ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഇതെങ്ങനെ ഡിഫറൻസിയേഷൻ എങ്ങനെ? മെൻസിൻ്റെ ആണ് ഗേൾസിൻ്റെ ആണ്? ഇത് നോർമലി ഇത് ഗോൾഡൻ കളർ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗേൾസിൻ്റെ ആണ്. വുമൺ ആണ്. ഗോൾഡൻ കളർ പറഞ്ഞാൽ സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോയ്സിൻ്റെ ആണ്. ഇത് ലോട്ടസ് ബ്രാൻഡ് ആയിട്ട് ഇതിനകത്ത് ലോട്ടസിന്റെ ഡിസൈൻസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇല്ല, അതൊരു ബ്രാൻഡ് നെയിം ആയിട്ട് കൊടുത്തിട്ട്. തീർച്ചയായിട്ടും. വേറെ ഏതൊക്കെയാ ലോട്ടസിൽ? വേറുള്ള ഇതാണ് വിവിയാൻ. ഇതും പോയിസൺ ഉള്ളതാണ്. യെസ്, ഇത് മെൻ ഫ്രാഗ്രൻസ് ആണ്. ലോട്ടസിൽ 5 ഉണ്ട്. ഇതിൽ 2, ഇതിൽ 2, ഇതിൽ 1, ടോട്ടൽ 5.